അപ്പോൾ ഹജ്ജിൻ്റെ അല്ലെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ മാംഗ്ലൂരിലേക്കും കൂടെ മാറ്റി. അല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ മൊത്തം ആൾക്കാരും ആശ്രയിക്കേണ്ടി വരിക ബാംഗ്ലൂർ ആണ്. ബാംഗ്ലൂർ ഇപ്പോൾ മാംഗ്ലൂർ ഇപ്പോൾ പുതിയ ഹജ്ജ് ഭവൻ പാസ്സായി. ഇപ്പോൾ താങ്കളുടെ പിന്നെ ഇപ്പം ഞാൻ ഹജ്ജ് കമ്മിറ്റി ആയിട്ട് ഏതാണ്ട് ഒരു വർഷം ആകുന്നു. ഒരു വർഷമായി. കഴിഞ്ഞ ഹജ്ജ് പോകുമ്പോൾ താങ്കൾ കമ്മിറ്റി മെമ്പറായിരുന്നു ലാസ്റ്റ് ടൈം. അതെ. ഇതിൽ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് റബ്ബിൻ്റെ അനുഗ്രഹമാണ്. 10-14 വർഷമായിട്ട് കേസിലുണ്ടായിരുന്ന ഒരു സ്ഥലം അതിപ്പോൾ നമുക്ക് ഹജ്ജ് ഭവൻ കെട്ടാൻ വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചു തന്നു. അത് അനുവദിച്ച് തരലോട് കൂടെ ഒരു വലിയൊരു വിനായത്ത് എന്ന് പറയുന്ന ഒരു പൗരപ്രമുഖൻ അയാളുടെ ഉമ്മാൻ്റെ പേരിൽ 1.5 ഏക്കർ ജാഗ വീണ്ടും ഹജ്ജ് ഹൗസ് കെട്ടുമ്പോൾ നല്ല സ്ഥലമാണ്, കണ്ണായ സ്ഥലം. ഇപ്പോൾ 14 കോടി 14 CR ഇപ്പോൾ റെഡി നമ്മുടെ ഫണ്ടിലുണ്ട്. അത് പാസ്സായി. ഇനിയിപ്പോൾ അത് പോരെങ്കിൽ വീണ്ടും പാസ്സാക്കാമെന്ന് CM പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച കൂടിയ മീറ്റിംഗ്. ആവശ്യങ്ങൾ എന്താണ് അതിനനുസരിച്ച് ഇപ്പോൾ അതിൻ്റെ പിന്നെ ഒരു വലിയ പ്രവർത്തനത്തിലാണ് ഞങ്ങളുള്ളത്. പുതിയ സ്ഥാപനങ്ങളും അതിൻ്റെ ഹജ്ജ് ഹൗസ് നല്ല വളരെ വിപുലമായ രീതിയിൽ ഏതാണ്ട് 5000 ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന കൺവെൻഷൻ ഹാള്, ഈ 200ഓളം VIP റൂംസ്, പിന്നെ ലേഡീസ് ജെൻസ് പ്രത്യേക പ്രേയർ ഹാള്, വളരെ കാര്യങ്ങൾ ആരൊക്കെ തന്നെയാണെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈ ക്വാളിറ്റി നല്ല സ്റ്റാർ ഇതുള്ള ഹോട്ടൽ സമുച്ചയമൊക്കെ ഇതിലുണ്ട്.